ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ ബ്ലോക്ക് കേട്ടോ. മൂന്നാമത്തെ ബ്ലോക്കിൽ സ്പെഷ്യലൈസ്ഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 1 ഫീച്ചേഴ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഒരു ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ന്യൂസുകളല്ലാത്ത മറ്റ് വാർത്തകളെയാണ്, വാർത്തകൾ മീൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് റീഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അതിലൊരു കവിത മുരളീധരൻ എന്ന് പറയുന്ന ലേഡി പീപ്പിൾ ആർക്കൈവ്സ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് ദ മാസ്റ്റർ സ്റ്റോറി ടെല്ലർ ഓഫ് ഓൾഡ് മധുരൈ എന്ന് പറയുന്ന ചെറിയൊരു ഫീച്ചർ അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇനി ഫീച്ചേഴ്സ് ആൻഡ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഫീച്ചർ ആൻഡ് ന്യൂസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും വാർത്തകൾ നിങ്ങൾക്കൊരു ഫ്രണ്ട് പേജിൽ കാണാൻ കഴിയുന്ന ഒന്നാണ് വാർത്തകൾ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്നലെ നടന്ന അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ കാണാൻ കഴിയുക. അതാണ് ന്യൂസുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. ഉൾപേജുകളിൽ കഴിഞ്ഞു പോയിട്ടുള്ള മറ്റെന്തെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ആഴത്തിലുള്ള വിശദീകരണമായിരിക്കും എന്തെന്ന് പറയുന്നത് ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാ സമയത്തും 5W1Hനെ കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരിക്കും. 5Ws വാട്ട്, വെൻ, വിച്ച്, വേർ, വൈ തുടങ്ങിയിട്ടുള്ള 5Wസിനെ കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒന്നായിരിക്കും എന്തെന്ന് പറയുന്നത് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഫീച്ചറുകളിൽ എല്ലാ സമയത്തും ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചറിലായിരിക്കണം ഒരു ഫീച്ചർ പറയേണ്ടത് എന്ന് പറയുന്നുള്ള നിബന്ധന എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ഏത് രീതികളിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫീച്ചേഴ്സ് തയ്യാറാക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ കൃത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഫീച്ചേഴ്സിന് ലഭ്യമല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഓർഡറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് ചില സമയങ്ങളിൽ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് ഇവൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും. അതായത് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കറൻ്റായിട്ട് ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് പേജിൽ കാണാൻ കഴിയുന്നത് ആ ഇലക്ഷൻ്റെ റിസൾട്ടുകളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് BJP തോറ്റു, അതല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് UDF ജയിച്ചു, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിനുകൾ അവർ നടത്തിയുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമായിരുന്നു, വോട്ടേഴ്സിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അടുത്ത് ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ വരാൻ പോകുന്നത് ഫീച്ചറുകളിൽ വരാൻ പോകുന്നത്. പോയിന്റ് മനസ്സിലായോ? ഒരു വാർത്ത നടന്നു കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്തെന്ന് പറയുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂസ് സ്റ്റോറിനേക്കാളിലും കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള ഒന്നായിരിക്കും എന്തെന്ന് പറയുന്നത് ഫീച്ചറുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ന്യൂസ് റിപ്പോർട്ടുകൾ ടിപ്പിക്കലി ഫോളോ ചെയ്യുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലായിരിക്കും. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ത്രികോണാകൃതിയിലാണ് പിരമിഡ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻവേർട്ടഡ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തല തിരിച്ചു വെച്ചുള്ള രീതിയാണ്. 3 രീതികളിലാണ് ആ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റുക. ഒന്ന് ലീഡ്, രണ്ടാമത്തെ ബോഡി, മൂന്നാമത്തെ കൺക്ലൂഷൻ. ഈ ഒരു രീതിയിലാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുന്നത്. പക്ഷേ ഒരു ഫീച്ചേഴ്സ് ഒരിക്കലും ഈ രീതി ഫോളോ ചെയ്യണം എന്നുള്ള രീതികളില്ല. ഫീച്ചേഴ്സ് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ തന്നെ ആയിരിക്കണം എന്നുള്ളതില്ല. എന്തുകൊണ്ടാണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ വാർത്തകളും ഫുള്ളായിട്ട് വായിക്കാനുള്ള ഒരു സമയങ്ങളുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലിന് ആദ്യത്തെ ഒരു പാരഗ്രാഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ് വാർത്ത, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ റൂള് അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ സ്ട്രക്ചറിലായിരിക്കുകയില്ല ഒരു ഫീച്ചർ എഴുതുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഫീച്ചറിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ന്യൂസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല.
കാരണം എന്താണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ന്യൂസിൽ പറയുന്നുണ്ടാവില്ല. ഒരു ന്യൂസിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ന്യൂസിലുണ്ടാവില്ല. പകരം ഏതിലുണ്ടായിരിക്കും? ഫീച്ചേഴ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ഫീച്ചേഴ്സ്. ഒന്നാമത്തെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയം അല്ലെങ്കിൽ ആ ഇഷ്യൂ നടക്കാനുള്ള റീസൺ എന്താണെന്നുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ടായിരിക്കും. പേജ് നമ്പർ 76 പറയുന്നത്. 76 നോക്കുക, 3.1.1.2 എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ചുകൾ ഇതിൽ നടക്കുന്നുണ്ടായിരിക്കും. ഇൻഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിലുള്ള പഠനം എന്നുള്ളതാണ്. ആഴത്തിലുള്ള, അതായത് നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ആഴത്തിൽ പഠിക്കും. എന്തുകൊണ്ട് ഈ വിഷയം നടന്നു, ഈ പ്രശ്നം എന്തുകൊണ്ടാണ് നടന്നത്, ആ നടക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, മുന്നേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. അതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡീറ്റെയിലിംഗ് എന്നുള്ളതാണ്. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിരിക്കും അല്ലെങ്കിൽ വിശദീകരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ഫീച്ചർ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വയനാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് നിങ്ങളൊരു ഫീച്ചർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. മുന്നേ ഇതുപോലെ ഇവിടെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ ആ ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, എഴുതുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ഒഴിവാക്കാൻ ഒരിക്കലും ഫീച്ചറിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ലാംഗ്വേജ് എന്നുള്ളതാണ്. ലാംഗ്വേജ് എന്ന് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് കിസ് എന്ന് പറയുന്ന KISS എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് എന്നുള്ളതാണ്. അതായത് ലാംഗ്വേജുകൾ എപ്പോഴും സിമ്പിളായിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇത് വായിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല, നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളായിരിക്കണമെന്നില്ല, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കണം, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജുകളായിരിക്കണം നിങ്ങൾ എല്ലാ സമയത്തും ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ KISS എന്ന് പറയുന്നത് കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട് എന്നുള്ളതാണ്. അത് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക. അതായത് റീഡേഴ്സിന് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ജാർഗൻസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ജാർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ ടേമുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടർമാരൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമുകൾ ഉണ്ടായിരിക്കും, നമുക്കൊരിക്കലും മനസ്സിലാവാത്ത ടേമുകൾ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ട് ആർക്കും മനസ്സിലാവില്ല, സാധാരണക്കാരായിട്ടുള്ള വായനക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ജാർഗൻസ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അടുത്ത റീഡബിലിറ്റി എന്നുള്ളതാണ്. റീഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. അതായത് വളരെ സിമ്പിളായിട്ട് വായിക്കാൻ കഴിയണം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും മോർ ആക്സസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളും ഇൻ്റർനെറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളൊരു ന്യൂസ് പേപ്പറിൽ ഒരു ഫീച്ചർ കൊടുത്തിട്ട് ഇത് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വായിക്കണം എന്നില്ല. അതുകൊണ്ട് ഇത് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഫീച്ചർ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ലാംഗ്വേജും മറ്റ് കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനൊരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും. ഇന്നത്തെ ജനറേഷന് കൂടുതലായിട്ടും നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും കൂടുതലായിട്ടും ഇൻ്റർനെറ്റിൽ നിൽക്കുന്ന ആളുകളാണ്. ന്യൂസുകൾ കാണുന്ന അല്ലെങ്കിൽ ന്യൂസുകൾ വായിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് ആ റീഡബിലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈസി ടു റീഡ് ആയിരിക്കണം, വളരെ സിമ്പിളായിട്ട് വായിക്കാൻ കഴിയുന്ന ഇന്നത്തെ കാലത്തെ ലാംഗ്വേജുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അടുത്ത എൻഗേജിങ് എന്നുള്ളതാണ്. എൻഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായനക്കാർക്ക് കൂടുതലായിട്ടും എൻഗേജ് ചെയ്യിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന ആളുകൾ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ഇത് ബോറടിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു ത്രില്ലിംഗ് ഇല്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യൂസ് സ്കിപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കരുത്. അവർക്കിത് വായിക്കാനുള്ള ടെൻഡൻസി കൂട്ടണം. അതായത് അടുത്തത് എന്തായിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് സാധിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു റൈറ്റർക്ക് സാധിക്കണം. അതാണ് എൻഗേജിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് സെൻറ്റൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ഗോൾ ഈസ് ടു ബി റീഡബിൾ ആൻഡ് എൻഗേജിങ് എന്നുള്ളതാണ്. അതായത് വായിക്കുക, ആളെ കൊണ്ട് വായിപ്പിക്കുക, അവരെ കൂടുതലും എന്ത് ചെയ്യുക, ഈ ഫീച്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്, എൻഗേജിങ് എന്ന് പറയുന്നത്. അടുത്തത് ഫ്രീഡം ടു എക്സ്പ്ലോർ എന്നുള്ളതാണ്.
ഫ്രീഡം ടു എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസിറ്റീവ് ഇഷ്യൂസുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് ഫീച്ചേഴ്സ് സഹായിക്കുമെന്നുള്ളതാണ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ നിർഭയ കേസുകൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡൽഹി പീഡന കേസ് തുടങ്ങിയുള്ള പല രീതിയിലുള്ള കേസുകൾ നമുക്കറിയാം. അത്തരത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സമൂഹത്തിൽ പ്രശ്നങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുള്ള സൊസൈറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിലുകളായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് സാധിക്കുന്നുണ്ട്, ഈ ഫീച്ചേഴ്സ് സാധിക്കുന്നുണ്ട്. സമൂഹത്തിന് ഒരു ബോധം കൊടുക്കുക. ഇപ്പോൾ ഒരു ഡ്രഗ് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്കൂൾ കുട്ടികളിൽ എത്രത്തോളം ഡ്രഗ് അഡിക്ഷൻ കൂടുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഫീച്ചർ തയ്യാറാക്കുമ്പോൾ അത് സമൂഹത്തിൽ എത്രത്തോളം ബാധിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ആ ഫീച്ചറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീഡം ടു എക്സ്പ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആംഗിൾ എന്നുള്ളതാണ്. ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കാണുന്ന രീതികൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു ഡ്രഗ് അഡിക്റ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളിലുള്ള ഇന്നത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ തയ്യാറാക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഫീച്ചർ തയ്യാറാക്കുകയാണെന്ന് കരുതുക. ഞാൻ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചും എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചുമായിരിക്കും ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഫീച്ചർ തയ്യാറാക്കുക. ആ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും വെച്ചിട്ടായിരിക്കും നിങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത്, പേഴ്സ്പെക്റ്റീവ്സുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും, ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വിവിധ കാഴ്ചപ്പാടുകളിൽ നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റും, ഒരു ഫീച്ചേഴ്സ് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഹൗ ടു റൈറ്റ് എ ഫീച്ചർ എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങൾക്കൊരു ഫീച്ചർ തയ്യാറാക്കാം, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ഫീച്ചർ തയ്യാറാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഫോർമാറ്റ് ഇവർ കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റത്തെ പാരഗ്രാഫ് അല്ല സെക്കൻഡ് പാരഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടായിരിക്കും ഒരു ഫീച്ചർ എപ്പോഴും എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു എന്താണ് നിങ്ങളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നൽകിയിരിക്കണം. ആ ഇൻട്രൊഡക്ഷൻ നൽകി കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കണം, നിങ്ങൾ സെക്കൻഡ് പാരഗ്രാഫ് നൽകിയിരിക്കണം, തേർഡ് പാരഗ്രാഫ് നൽകിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡ് ബോഡി കൺക്ലൂഷൻ. അതായത് നിങ്ങൾ ഫസ്റ്റത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആയിരിക്കണം. ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കണം. ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കണം നിങ്ങൾ എന്ത് തയ്യാറാക്കേണ്ടത്, ഒരു ഫീച്ചർ തയ്യാറാക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കൊട്ടേഷൻസ് ഉപയോഗിക്കാം, കോട്ടുകൾ ഉപയോഗിക്കാം, പ്രോവർബുകൾ ഉപയോഗിക്കാം, പോം അതായത് കവിതകൾ ഉപയോഗിക്കാം, കഥയുടെ സ്റ്റോറികൾ എന്തെങ്കിലും ഭാഗങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പഴഞ്ചൊല്ലുകളായിക്കോട്ടെ, കടങ്കഥകളായിക്കോട്ടെ, മറ്റ് ചെറുകഥകൾ, അതല്ലെങ്കിൽ കവിതകൾ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അത്രയും അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മാത്രമല്ല ഒരു ഫീച്ചറിനും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കെട്ടുകളാണ്. എത്ര നല്ല തലക്കെട്ടുകളാണോ അത്രയും നല്ല രീതിയിൽ അത് റീഡ് ചെയ്യും, അല്ലെങ്കിൽ അത് വായനക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് വായിക്കുന്ന ആളുകൾ ഓഫ് കോഴ്സ് ഈ ക്ലാസ്സിൽ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ യൂട്യൂബിൽ തംബ്നെയിൽ എത്ര നന്നായിരിക്കുന്നുവോ അത്രത്തോളം വ്യൂസിൻ്റെ എണ്ണം കൂടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒരു ഫീച്ചറിന് ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു ഹെഡ്ലൈന് നൽകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് വായിക്കാനുള്ള ജസ്റ്റ് ഒരു ഫസ്റ്റ് പാരഗ്രാഫെങ്കിലും വായിക്കാൻ വേണ്ടി നോക്കും. ആ ഫസ്റ്റ് പാരഗ്രാഫ് എൻഗേജിങ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റീഡേഴ്സ് എന്തിലോട്ട് പോകും, സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ ലാംഗ്വേജ് മറ്റേ എല്ലാ ആളുകൾക്കും സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ലാംഗ്വേജുകൾ ഉപയോഗിക്കുക. വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫീച്ചേഴ്സ് തയ്യാറാക്കുക. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ടൈപ്സ് ഓഫ് ഫീച്ചേഴ്സിൽ ആദ്യമായിട്ട് പറയുന്നത് ഫോളോ അപ്പ് ഫീച്ചറാണ്. ഫോളോ അപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കൂലേ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ഒരു വുമൺ, ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഒരു ആദ്യത്തെ പ്രസവത്തിൽ തന്നെ 6 കുട്ടികൾക്ക് ജന്മം നൽകുന്നു. ഇവർ ഒരുമിച്ച് സ്കൂളിൽ പോകുന്നത്, അതൊരു വാർത്തയാണ്. ഓക്കെ, ഇവർ SLC പരീക്ഷ എഴുതുന്നത്, ഒരുമിച്ച് SLC പരീക്ഷ എഴുതുന്നത്, അതൊരു വാർത്തയാണ്. +2 അഡ്മിഷൻ കിട്ടിയാലും SLCക്ക് നിങ്ങൾക്ക് റിസൾട്ട് വന്നു, അതൊരു വാർത്തയാണ്. മനസ്സിലായോ? ഇത്തരത്തിൽ അപ്പോൾ ആ ഒരു സ്ത്രീ ഒരു 6 കുട്ടികൾക്ക് ജന്മം നൽകി എന്ന് പറയുന്നത് ഒരു ഫീച്ചറാണ്. കാരണം നമ്മളെന്താണ്, അത് വാർത്തയിനേക്കാളും ഫീച്ചറാണ്. 6 കുട്ടികൾക്ക് ജന്മം നൽകുക എന്ന് പറയുന്നത് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ സ്കൂളിൽ പോകുന്ന ഒരു വാർത്തയാണ്. ഇവരുടെ കല്യാണം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വാർത്തയാണ്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ ഒരു അമ്മയ്ക്ക് 4 കുഞ്ഞുങ്ങളായിട്ട്
ഇതേമാതിരി ഉണ്ടായിരുന്നു 4-5 പെൺകുട്ടികൾ ഉണ്ടായിട്ട് ആ കല്യാണം വരെയുള്ള ഫീച്ചേഴ്സ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഫീച്ചർ തയ്യാറാക്കുന്നു, അതിനി അടുത്തത് എന്തായിരിക്കും സംഭവിക്കുക, അതിനെക്കുറിച്ച് ഫീച്ചർ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞാൽ ഇനി മറ്റൊരു ഇവൻറ്റ് വരുമ്പോൾ അതെന്തായിരിക്കും സംഭവിക്കുക, അതിനെക്കുറിച്ച് ഇത് ആൾക്കാർക്ക് അറിയാനുള്ളൊരു ടെൻഡൻസി കൂടും. ഇപ്പോൾ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണാൻ പറ്റും. ഏതെങ്കിലും ഇപ്പോൾ ആ വാഴ എന്ന് പറയുന്ന സിനിമയിലെ മറ്റേ പാട്ട് പാടിയുന്ന ഒരു സെക്കൻഡേന്നല്ലോ, ഹേ ബനാന എന്ന് പറയുന്ന ഒരു പാട്ട് പാടിയിട്ടുള്ള ആൾ, അയാൾ ആ പാട്ട് പാടി അയാൾ ഫേമസ് ആയി. അയാൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനൽ വരാൻ തുടങ്ങി. ആരെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വൈറലായി കഴിഞ്ഞാൽ അപ്പോഴേക്കിന് യൂട്യൂബ് ചാനൽ വന്നുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ അങ്ങനെ തുടങ്ങും. അതൊരു ഫോളോ ഫീച്ചറിൽ ഉൾപ്പെടുത്താൻ പറ്റും. അടുത്തത് പ്രൊഫൈൽ ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. പ്രൊഫൈൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ഓരോ ഫീൽഡുകളിലും, പേജ് നമ്പർ 78 കേട്ടോ, ഓരോ ഫീൽഡുകളിലും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കുറിച്ച് നടത്തുന്ന ഇൻ്റർവ്യൂസാണ് എന്തെന്ന് പറയുന്നത്, ഇൻ്റർവ്യൂസ് അല്ല, അവരെക്കുറിച്ചുള്ള എഴുതുന്ന കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് പ്രൊഫൈൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു വിരാട് കോഹ്ലിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നു, ക്രിക്കറ്റിൽ ഭയങ്കര കിങ് കോഹ്ലി എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്ന ആളാണ്. രോഹിത് ശർമ്മയെക്കുറിച്ച് എഴുതുന്നു, മോഹൻലാൽ, മമ്മൂട്ടി, അതല്ല എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയിട്ടുള്ള ഓരോ ആളുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ഓരോ ആളുകൾ എന്ത് ചെയ്യുന്നു, ഓരോ ഫീൽഡുകളിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഇപ്പോൾ കർഷകശ്രീ അവാർഡ് നേടിയിട്ടുള്ള ഒരു കർഷകനെ കുറിച്ച് അയാളുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഫീച്ചർ തയ്യാറാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഫീച്ചറിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ആ ഫീച്ചറിലൂടെ ഇനി കൃഷി ചെയ്യാൻ ആലോചിക്കുന്ന ആളുകൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഈ പ്രൊഫൈൽ ഫീച്ചേഴ്സിൽ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്തുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ മോഡലായിരിക്കും കേട്ടോ. നമുക്ക് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ മോഡലായിരിക്കും ഈ പ്രൊഫൈൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കുക. അടുത്ത റിവ്യൂസ് എന്നുള്ളതാണ്. റിവ്യൂസ് നമ്മൾ എല്ലാ സമയത്ത് കാണാറുള്ളതാണ്. സിനിമ മോശമാണ്, സിനിമ രസമില്ല, ഫസ്റ്റ് ഹാഫ് ഓക്കെയാണ്, സെക്കൻഡ് ഹാഫ് രസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറില്ലേ? ഇതന്നെയാണ് സിനിമകൾ എന്ന് പറയുന്നത്. നടന്ന ഒരു സംഭവത്തിനെ കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായമാണ് ഇതെന്ന് പറയുന്നത് റിവ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു പുസ്തകം വായിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു സിനിമകൾ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു ഇവൻറ്റ് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് റിവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുടെ അല്ലെങ്കിൽ ഒരു സംഗതി കണ്ടിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസുകളായിരിക്കും എപ്പോഴും റിവ്യൂസിൽ വരിക. അത് ഒരു ക്രിറ്റിസിസം ബേസ്ഡ് ആയിരിക്കും. ക്രിറ്റിസിസം ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വരാറുള്ളത്. നിങ്ങൾ അതിന് ഉദാഹരണമാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആളൊക്കെ ഫിലിം റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഫിലിം റിവ്യൂസിൻ്റെ ഏതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മറ്റേ മോഹൻലാൽ അഭിനയിച്ച് ശരിയായില്ല, മമ്മൂട്ടി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ പൃഥ്വിരാജ് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അഭിനയം നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ ക്രിറ്റിസിസം ഒക്കെ ഏതിൽ ഉൾപ്പെടാറുണ്ട്, ഒരു റിവ്യൂസിൽ ഉൾപ്പെടാറുണ്ട്. ഓക്കെ, അടുത്തത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. അതായത് നമുക്ക് താല്പര്യം തോന്നുന്ന, ഹ്യൂമൻസിന് കുറച്ചും കൂടി താല്പര്യങ്ങളുള്ള ഒരു ഫീച്ചേഴ്സാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഒരു ഫീച്ചർ ഞാൻ വായിച്ചതിൽ ഭയങ്കര ശ്രദ്ധ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് അട്രാക്റ്റീവായിട്ട് തോന്നിയുള്ള ഒരു ഫീച്ചറായിരുന്നു. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് 60ാമത്തെ വയസ്സിൽ മാരത്തൺ ഓടി സെക്കൻഡ് പ്രൈസ് കിട്ടി എന്നുള്ളൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഭയങ്കര നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. 60ാമത്തെ വയസ്സിൽ മാരത്തോൺ ഓടിയിട്ട്, ചെറുപ്പക്കാരുടെ ഇടയിൽ മാരത്തോൺ ഓടിയിട്ട്, ഷൂ പോലും ഇടാതെ മാരത്തോൺ ഓടിയിട്ട് സെക്കൻഡ് പ്രൈസ് കിട്ടുന്നു എന്നുള്ളത് 60ാമത്തെ വയസ്സിലുള്ള ലേഡി ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു കുറച്ചും കൂടി വായിക്കാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഈ ലേഡി ഇങ്ങനെ ചെയ്തു അല്ലേ, വായിച്ചു നോക്കാം, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ദശരഥ മാഞ്ചിയെക്കുറിച്ച് ഒരു ഇത് കേൾക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഫീച്ചർ കേൾക്കുക. ഈ ദശരഥ മാഞ്ചിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഭാര്യയെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മല തുറന്ന് റോഡ് ഉണ്ടാക്കിയിട്ടുള്ള ദശരഥ മാഞ്ചിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യം തോന്നും, ഒരു ഇൻട്രസ്റ്റിംഗ് തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വ്യക്തി ഒരു ഹിമാലയം കീഴടക്കുന്നു എന്ന് കരുതുക. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഒരു പയ്യനുണ്ടല്ലോ യൂട്യൂബിൽ, ഒരു സൈക്കിളിൻ്റെ ഒരു ടയർ ഊരിയിട്ട് ഒറ്റയ്ക്ക് ടയറിൽ മാത്രം ഇന്ത്യ ഒന്നാകെ കറങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്നു.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അതായത് വായിക്കാൻ താല്പര്യങ്ങളുള്ള ഒരു വളരെ സിമ്പിൾ ടോപ്പിക്കുകളായിരിക്കും. അടുത്ത സയൻറ്റിഫിക് ഫീച്ചേഴ്സ് എന്നുള്ളതാണ്. സയൻറ്റിഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രപരമായിട്ടുള്ള എന്നുള്ളതാണ്. ഇപ്പോൾ കോവിഡ് നിപ്പ എന്ന് പറയുന്ന രണ്ടെണ്ണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളാണ്, കോവിഡും നിപ്പയും. ഇപ്പോൾ നിപ്പ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നിപ്പ എന്ന് പറയുന്നത്. ഈ നിപ്പ പേരാമ്പ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ അപ്പോൾ സയൻറ്റിഫിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നിപ്പ, കോവിഡ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ പഠനം നടത്തുന്നു. നിപ്പ വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. ഇപ്പോഴും ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒന്നാണ് നിപ്പ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കിതുവരെ റീസൺസ് എന്ന വവ്വാലുകളിൽ നിന്നാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിന് സോളിഡ് ആയിട്ടുള്ള റീസൺസ് കിട്ടുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തൽ, അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ ശാസ്ത്രലോകത്ത് പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു. പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് സയൻറ്റിഫിക് ഫീച്ചേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന്, ഒരാളുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടി വികളിൽ അല്ലെങ്കിൽ യൂട്യൂബുകളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള ടോപ്പിക്കാണ്. ഹൗ ടു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്ന് നോക്കുക പർപ്പസ് എന്നുള്ളതാണ്. പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടെത്തുന്നത് എന്നുള്ളത്, ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഉദാഹരണത്തിന് നമ്മളൊരു ഇൻ്റർവ്യൂ നടത്താൻ പോവുകയാണ് മലപ്പുറം എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ജില്ലയുടെ അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പർപ്പസ് എന്താണ്, മലപ്പുറം എന്ന് പറയുന്ന ജില്ല ആ രൂപീകരിക്കുന്ന കാര്യങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്നാണ് നമ്മളിത് പറയേണ്ടത് എന്ന് തീരുമാനിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഹിസ്റ്ററി ഏത് ആംഗിളുകളിൽ നിന്നാണ്, ഏത് കാഴ്ചപ്പാടിൽ നിന്നാണ് നമ്മളൊരു ഇൻ്റർവ്യൂ പറയേണ്ടത്, വിവരങ്ങൾ ശേഖരിക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളുകൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത് റിസർച്ച് എന്നുള്ളതാണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏതൊക്കെയാണ് പേഴ്സൺസ്, ഏതൊക്കെ ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാലാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്ന് പ്രായമുള്ള ആളുകൾ നമുക്കൊന്ന് കണ്ടെത്താം. കാരണം കുറച്ചും കൂടി പ്രായം കൂടിയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മലപ്പുറത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള അറിയും. ഇനി ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകളുണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവരെ വിവരങ്ങൾ ശേഖരിക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുനിഷ്ഠമായിരിക്കണം, അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം തയ്യാറാക്കേണ്ടത്. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. എന്താണ് താൻ ഉദ്ദേശിച്ചത് എന്നുള്ള ചോദ്യം നമുക്ക് റീപ്ലേ ആയിട്ട് വരാൻ പാടില്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാവണം. നമ്മളുടെ ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്. അനാവശ്യ ചോദ്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഒരു ഹിസ്റ്റോറിയൻ്റെ അടുത്ത് നിങ്ങൾ പോവുകയാണെന്ന് കരുതുക. ആ ഹിസ്റ്റോറിയൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. എനിക്ക് സുഖമില്ല, എനിക്ക് 15 മിനിറ്റ് അത്ര സംസാരിക്കാനേ കഴിയുള്ളൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 15 മിനിറ്റ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ ചോദിക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയുണ്ട്, സുഖമാണോ, എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയം നഷ്ടപ്പെടുകയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ള സമയം എത്രയാണോ ആ സമയത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചോദിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു പേഴ്സണെ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്ന പേഴ്സണെ എന്ത് ചെയ്യണം, അദ്ദേഹം മുന്നേ നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂസ് എന്താണ്, അതുപോലെ തന്നെ ആ ചോദിച്ചുള്ള ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളൊരു പരിശോധന നടത്തണം. നിങ്ങൾ ഹിസ്റ്റോറിയനെ കാണാൻ വേണ്ടി പോവുകയാണ്,
അദ്ദേഹം മുന്നേ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. ആ ചോദ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് പരിശോധിക്കുന്നത്? ആ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കേണ്ട ആവശ്യങ്ങളില്ല, പകരം അതിൽ ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കുക. പിന്നെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കേണ്ടത്. അതായത് നമുക്ക് വെറുതെ ചിന്തിച്ച് കഴിഞ്ഞാൽ പൊട്ടത്തരമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാനും പാടില്ല. അടുത്തത് കണ്ടക്ട് ദ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആദ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യണം. കാരണം ഒരാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും അയാൾക്ക് തുറന്ന് പറയേണ്ടി വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സ്പേസ് നിങ്ങൾ നിർബന്ധമായിട്ടും നൽകിയിരിക്കണം. അതിൻ്റെ ലൊക്കേഷൻസ് എന്ന് പറയുന്നത് അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻസ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എപ്പോഴും നല്ല രീതിയിൽ സ്യൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, അതായത് നല്ല രീതിയിൽ സംസാരിക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഒരിക്കലും ഒരാളെ ഈ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ ഒരാളെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ, മോശപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കണം ചോദ്യങ്ങൾ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എപ്പോഴും ക്ലിയർ ആവുക. അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ് നടത്തുക, അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് നിങ്ങൾ ഇൻ്റർവ്യൂസ് പല മോഡലുകളിലും നടത്താം. പക്ഷേ നിങ്ങൾക്ക് കൂടുതലായിട്ടും റീപ്ലേസ് അതല്ലെങ്കിൽ കൂടുതലായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിലാണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്നോട് ഫോൺ വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വിശദമായിട്ടുള്ള റീപ്ലേസ് തരാൻ ചിലപ്പോൾ സാധിക്കുകയില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, അപ്പോൾ ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ഫോൺ കോളിലെ ഇമെയിലൊക്കെ ഇൻ്റർവ്യൂസ് നടത്താം. ഇപ്പോൾ ഇമെയിലിനാണ് നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തുന്നത് എഴുതാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം എനിക്ക് ചോദ്യങ്ങൾ ഇമെയിൽ വഴി അയച്ചു തരുന്നു. അതിൽ മറുപടി ഞാൻ ഇമെയിൽ വഴി അയക്കുന്നു. എഴുതാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ഷോർട്ടാക്കിയിട്ടോ വായിക്കാം. നിങ്ങൾ ഫോണിലൊരു ഇൻ്റർവ്യൂ നടത്തുന്നത് എഴുതുക. ഫോണിൽ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ഫോണിലൂടെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് കരുതുക. ഞാൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ഞാൻ ആൻസേഴ്സ് പറയാം. പക്ഷേ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ അല്ലെങ്കിൽ ഫേക്ക് ഇൻഫർമേഷൻസ് ആണോ പറയുന്നത് എന്നുള്ളത് എൻ്റെ മുഖത്തെ ഭാവങ്ങളെ എക്സ്പ്രഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളും എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ഇൻ്റർവ്യൂസ് നടത്തുന്ന സമയത്ത് കൂടുതലായിട്ടും ഏത് ഉപയോഗിക്കുക, ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ്, ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂസ് ഉപയോഗിക്കുക. അടുത്ത ഫോട്ടോസ്, വീഡിയോസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ ശേഖരിക്കണം. കാരണം നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തി എന്നുള്ളതിനുള്ള തെളിവാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോസും വീഡിയോസും എന്നൊക്കെ പറയുന്നത്. ആ കാര്യങ്ങളും നിങ്ങൾ ശേഖരിക്കണം. അടുത്തത് റൈറ്റ് ദ ഇൻ്റർവ്യൂ എന്നുള്ളതാണ്. റൈറ്റ് ദ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിലുകൾ ഉള്ളത്, വിവരങ്ങളുള്ളത്, അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതായത് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഉത്തരങ്ങൾ നൽകുന്ന ആൾ നിങ്ങൾ ഉത്തരങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകളാക്കി നിങ്ങൾക്ക് എഴുതി വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് റൂമിൽ പല ആളുകളും ചെയ്യുന്നത് പോലെ അത് വോയിസ് ആക്കിയിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, അതിന് എന്താണ് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടുള്ളത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ അല്ലേ? അടുത്ത ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ് പേജ് നമ്പർ 83. 83ാമത്തെ പേജിൽ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്ന ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. നോക്കുക. ഒന്നാമത്തെ ഫോൺ ഇൻ്റർവ്യൂ നമ്മൾ നേരത്തെ നോക്കിയില്ലേ? എന്താ ഫോൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ കോളിലൂടെ എന്ത് ചെയ്യുന്നു, വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നതാണ് ഫോൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇത് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇമോഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും ഇതിലുണ്ടായിരിക്കുകയില്ല. ജസ്റ്റ് കാര്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു തുടങ്ങിയുള്ള രീതികൾ മാത്രമേ ഒരു ഫോൺ ഇൻ്റർവ്യൂസിൽ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന ആൾ ഒരിക്കലും ഒരു മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് താല്പര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ സൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചില സമയത്ത് സൗണ്ടിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ സൗണ്ട് നമുക്ക് എപ്പോഴും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻസ് തരും. അതായത് ആശയവിനിമയത്തിൽ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് അയച്ചിട്ട് അത് 1.5 ഇട്ട് കഴിഞ്ഞാലും 2 ഇട്ട് കഴിഞ്ഞാലും
സാധാ മാതിരി കേട്ട് കഴിഞ്ഞാൽ 3 ഇമോഷൻസ് ആയിരിക്കും. എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു ഫോൺ ഇൻ്റർവ്യൂവിന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. രണ്ടാമത്തേത് ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയും. ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടി വികളിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ കാണുന്ന ഇൻ്റർവ്യൂസാണ് ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാമറ, മൈക്ക് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഇൻ്റർവ്യൂസാണ് എന്തെന്ന് പറയുന്നത്, ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിയൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ടെലിവിഷനിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷനിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, ഈ ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂസ് നൽകുക. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദങ്ങളിൽ ഉള്ള തടസ്സങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നോയ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വോയിസ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിലൂടെ ആളുകൾ നടന്നു പോകുന്ന ശബ്ദങ്ങൾ, പേജ് മറിക്കുന്ന സൗണ്ടുകൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ സൗണ്ടുകളൊക്കെ കേൾക്കുമല്ലോ, അതാണ് നോയ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂവിൽ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻ നിന്നായിരിക്കണം എടുക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലത്ത് മൈക്കുകളിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നോയ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള, കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് നോക്കുക. റിട്ടൺ ഇൻ്റർവ്യൂ എന്നുള്ളതാണ് മൂന്നാമത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂവിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നില്ല, ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂസ് നടക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവർ എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കുന്ന ആളുകൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ എന്ത് ചെയ്യും, ആൻസർ നിങ്ങൾക്ക് അയച്ചു തരും, എഴുതി അയച്ചു തരും. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിട്ടൺ ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി തയ്യാറാക്കി അയച്ചു കൊടുക്കുക, ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലഭിക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിട്ടൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ ആണ്. ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് ആണ്. അതായത് മുഖാമുഖം കണ്ടിട്ട് നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഇൻ്റർവ്യൂവിൻ്റെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത്, ഇൻ പേഴ്സൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.